നമ്മുടെ ചർച്ച തുടരുകയാണ്. നമ്മോടൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. നടൻ ശിവജി ഗുരുവായൂർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം നടനാണ്, ഗുരുവായൂർ സ്വദേശിയാണ്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും വികസന കാര്യങ്ങളിലൊക്കെ കൃത്യമായ അഭിപ്രായങ്ങളുള്ള വ്യക്തി കൂടിയാണ്. എന്തൊക്കെയാണ് നമ്മുടെ നരേന്ദ്രമോദിയുടെ സന്ദർശനം, അതിൻ്റെ വികസന കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഗുരുവായൂരിൻ്റെ ഒരു വികസനത്തിന് അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനങ്ങൾ എത്രമാത്രം ഗുണം ചെയ്യുന്നതാണ് അങ്ങ് വ്യക്തിപരമായിട്ട്? ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ സന്ദർശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഔദ്യോഗിക സന്ദർശനമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള സന്ദർശനമായിരിക്കും. എന്നാലും ഗുരുവായൂരിനെ കാണാനും ഗുരുവായൂരിനെ കേൾക്കാനും അദ്ദേഹം മനസ്സ് കാണിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഒരു സഹകരണത്തോടു കൂടി തന്നെയാണ് നമ്മളെ സ്റ്റേറ്റുകളൊക്കെ പോകുന്നത്. ഗുരുവായൂരിന് വേണ്ടുന്ന വികസനങ്ങളൊക്കെ അത് അവരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയായിട്ടാണ് കാണേണ്ടത്. നമ്മൾ നോക്കി കാണുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നിലവിലിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നടത്തേണ്ട ഒരു പദ്ധതിയാണ് ഈ റെയിൽവേ ഒക്കെ. കേന്ദ്രത്തിൻ്റെ ആണല്ലോ അത്. റെയിൽവേ ഇപ്പോൾ ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളെ ഗുരുവായൂർ കുറ്റിപ്പുറം റെയിൽവേ പദ്ധതി എന്നായിരുന്നു അന്നത്തെ ഒരു വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഗുരുവായൂരിൽ വന്ന് നിർത്തിയിട്ട് 30 വർഷം കഴിയാണ്. അപ്പോൾ ഇതുവരെ ഇപ്പോഴും അങ്ങോട്ട് കുറ്റിപ്പുറത്തേക്ക് അത് കണക്ട് ചെയ്യാൻ എന്തുകൊണ്ടോ സാധിച്ചിട്ടില്ല. അത് വിവിധ കാരണങ്ങൾ പറയുന്നുണ്ട്. സ്ഥലമെടുപ്പ് സംബന്ധിച്ചായിട്ടുമൊക്കെ ആയിട്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും അതിനൊരു തീരുമാനം ആവുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ ഗുരുവായൂരിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് ഈ റെയിൽവേ യാത്ര അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അതൊരു വികസനത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനൊരു തീരുമാനം ആവട്ടെ എന്നാണ് ഗുരുവായൂരുകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ആശ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ. അതൊരു 30 വർഷമായിട്ടും നടക്കാത്തൊരു സംഭവം ഇനി എങ്ങനെയാണ് എന്നുള്ളത് നോക്കി കണ്ടുവരും. ഈ 30 വർഷത്തിനിടയ്ക്ക് ഗുരുവായൂരിൽ ഒരുപാട് വികസനങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ലാതൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായിട്ടുള്ള വികസനങ്ങളൊന്നും ഇപ്പോഴും പോരാ എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം മുഖ്യമായിട്ട് റോഡുകൾ. ഇന്നിപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് വീട്ടിൽ നിന്ന് ഇവിടെ എത്തേണ്ട ഞാൻ 1.5 മണിക്കൂർ എടുത്തിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒന്നിച്ചില്ല മണിക്കൂറുകൾ റോഡിൽ ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. അതൊരു സഞ്ചാര സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ അത് മനുഷ്യനെ ഹനിക്കുന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു വിഷയമാണത്, റോഡ് സംബന്ധമായിട്ട്. ഇന്നിപ്പോൾ ഗുരുവായൂരിൽ എത്തിച്ചേർന്നിട്ടുള്ള മിക്കവാറും ബസ്സുകളൊക്കെ അവിടെ നടു റോട്ടിലിട്ടിട്ടാണ് കിടക്കുന്നത്. ഇവിടെ മൾട്ടി ലെവൽ പാർക്കുകൾ 1-2 പണിതിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഉപയോഗിക്കാണ്ടാണോ എന്താണോ, ഗുരുവായൂരിലേക്ക് അവരെ കയറ്റാണ്ടാണോ എന്താണോന്ന് അറിയില്ല. മന്ത്രിയായാലും ആരായാലും ഗുരുവായൂരിൽ വരുന്നുണ്ടെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള വരവ് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എൻ്റെ അനുഭവമാണ് പറയുന്നത്. എന്നെപ്പോലെ 100 കണക്കിന് വാഹനങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട യാത്രകളായിരിക്കും അവർക്ക് അവിടെ സ്റ്റക്കായി കിടക്കുന്നത്. അത് ഇതിൻ്റെ പേരിലാണോ എന്നെനിക്കറിയില്ല. എന്തായാലും ഇന്നത്തെ സംഭവമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പോൾ സംസാരിച്ച ആളുകൾ, പ്രത്യേകിച്ചും വിജയരീതയാണെങ്കിലും ചെയർമാനാണെങ്കിലും, സംസാരിച്ചവർ പരസ്പരം പഴിചാരുകയാണ്. കേന്ദ്ര സർക്കാരിനെ ആണെങ്കിലും സംസ്ഥാന സർക്കാരിനെ ആണെങ്കിലും. അങ്ങനെ പഴിചാരലിനപ്പുറം ഇരു സർക്കാരുകളും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ലേ ഗുരുവായൂരിനെ മുന്നോട്ട് നയിക്കുകയുള്ളൂ? അങ്ങനെയല്ലേ തോന്നുന്നു? അതല്ലേ വേണ്ടത്. എന്നാൽ ഇല്ലാത്തതും അതല്ലേ. ഇവിടെയും സംഭവിക്കുന്നത് തന്നെയാണ്. പരസ്പരം പഴിചാരലും ഒരു കോർഡിനേഷൻ്റെ കുറവ്. അത് ഇപ്പോൾ രാഷ്ട്രീയമായാലും മറ്റേ ഉദ്യോഗസ്ഥ തലത്തിലായാലും. ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ദേവസ്വം ഉണ്ട്, അതുപോലെ തന്നെ ഒരു നഗരസഭയുണ്ട്, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡ്. ഇവരൊക്കെ കൂടി ഒരുമിച്ചെങ്കിൽ മാത്രം തന്നെ ഈ റോഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുള്ളൂ. റോഡിന്റെ ആശുപത്രിയുടെ അഭാവം കൂടുതലായി തീർച്ചയായിട്ടും നമ്മളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് തന്നെയാണത്. ഇവിടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഗുരുവായൂരിന് അനിവാര്യമാണ്. അപ്പം അതിൻ്റെ നമ്മളെ മാസ്റ്റർ രേഖകളൊക്കെ തയ്യാറാക്കുന്നുണ്ട്, മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ട്, അതിൻ്റെ കരട് രേഖകൾ തയ്യാറാക്കുന്നുണ്ട്. അതിലൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണത്. പക്ഷെ നടക്കും എന്ന് തന്നെയാണ്. ഇപ്പോൾ ഒരു 30 വരെ എൻ്റെ കുട്ടിക്കാലത്തുള്ള ഗുരുവായൂരല്ല എന്നുള്ളത്, അത് വികസനങ്ങളിലൂടെയാണ് വന്നുള്ളത്. പക്ഷേ അന്നത്തെ വികസനം അല്ലെങ്കിൽ അന്നത്തെ
നേട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ നവോത്ഥാനമായിട്ട് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ അതിലൊക്കെ കലയ്ക്കും കലാകാരന്മാർക്കും സാഹിത്യത്തിനും സാഹിത്യകാരന്മാർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്കുമൊക്കെ വലിയ പങ്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കലയും സംസ്കാരവും ഒന്നും വേണ്ട എന്നുള്ളൊരു നിലപാടിൽ രാഷ്ട്രീയം വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. അതാരും വേദനിപ്പിക്കാൻ വേണ്ടി പറയണമല്ല, രാഷ്ട്രീയം വേണ്ടത് തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കണം കലാകാരന്മാരും സാഹിത്യകാരന്മാരൊക്കെ അവരുടെ ശബ്ദം വല്ലാതെ കേൾക്കുന്നില്ല. നമ്മൾ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതും കൂടി കണക്കിലെടുക്കണം. ഈ പഴിചാരലും ഒരു വലിയ പ്രശ്നം തന്നെയാണത്. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെയൊക്കെ തിരിച്ചെത്താം. നമ്മുടെ ഒപ്പം മറ്റു അതിഥികൾ